എല്ലാവർക്കും ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരു തന്തൂരി മോഹത്തിൻ്റെ കഥയാണ് ഇന്ന് തന്തൂരി കഴിക്കണമെന്ന് വിചാരിക്കുമ്പം പുറത്തു പോകാൻ പറ്റത്തില്ല, ലോക്ക്ഡൗൺ ആണ്, കൊറോണ ആയതുകൊണ്ട്. അപ്പം ലിബിയോട് പറഞ്ഞപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് അറിയണമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് നമ്മൾ ആവശ്യമുള്ള വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പാനിനകത്താണ് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് പിന്നെയും കാണാം. ചിക്കൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി വൃത്തിയാക്കി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മാറ്റിയേക്കുന്നത്. അതെല്ലാം ഒന്ന് വരഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇത് നന്നായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജലാംശമെല്ലാം ഉപ്പിയെടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളല്ലേ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്തൂരി ചിക്കൻ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ എടുക്കേണ്ടത്. അപ്പോൾ ഇത് കൂടുതൽ ടൈം എടുക്കും, കുക്കിംഗ് ടൈം എടുക്കും. അതിൻ്റെ മസാലയൊക്കെ പോകാൻ അത് നീറ്റായിട്ട് കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ജലാംശം കംപ്ലീറ്റ് ഉപ്പിയെടുക്കണം ഈ ചിക്കനിൽ. അപ്പോൾ ഇപ്പോൾ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ചിക്കനിലോട്ട് ചേർക്കേണ്ട മസാലകളാണിത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. ഒരു തന്തൂരി ചിക്കൻ ഉള്ള ഒരു മസാലയാണ് ഇത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതായത് നമ്മുടെ വറ്റൽ മുളകും പെപ്പറും ജീരകം ക്യുമിൻ സീഡും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താണിത്. പിന്നെ നമ്മുടെ ഗരം മസാല, റെഡ് ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അരച്ചെടുത്തേക്കുന്നതാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ബാക്കി നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഈ മസാല എല്ലാം കൂടെ നമുക്ക് ഈ ചിക്കനിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ 30 മിനിറ്റ് തൊട്ട് ഒരു 3 മണിക്കൂർ വരെ വെക്കുന്നത് നല്ലതായിരിക്കും. ഓരോരുത്തരുടെ ടൈം അനുസരിച്ചായിരിക്കും. നമുക്ക് ഈ മസാല എല്ലാം കൂടെ ഇതിലൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തൈര് ആഡ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. തന്തൂരി ചിക്കൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. പിന്നെ അടുത്തത് വേണ്ടത് നമ്മുടെ തന്തൂരി മസാലയാണ്. 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഗരം മസാല 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ. ഇതിനി നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം കൈ കൊണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ച് ചേർക്കുക. നന്നായിട്ട് ഇത് കൈകൊണ്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത്. ഇതിപ്പോൾ നന്നായിട്ട് മസാല എല്ലാം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 1/2 hour ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ 1 മണിക്കൂറായി ഏകദേശം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കതൊരു ഫ്രൈങ് പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. വളരെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. ഇത്ര ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. ഇനി അതിലോട്ട് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് വളരെ കുറച്ച് ബട്ടർ, ഇത്രയും ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കണം. ചെറു തീയിൽ വേണം ബട്ടർ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. ഇനി ആ പാൻ നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസ് വെച്ച് ഇട്ട് കൊടുക്കാം പാനിൽ. ചെറു തീയിൽ വേണം, മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കുക്കാവത്തില്ല, കരിഞ്ഞു പോയിരിക്കില്ലേ? കരിഞ്ഞു പോകും. കാരണം ബട്ടറും കൂടെ ചേർന്നുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കഷ്ണമാക്കിയത്. എന്തൊരു മണമല്ലേ, ഇപ്പോൾ മണം. ഇതൊരു ചെറിയ ഫ്ലെയിമിൽ കിടന്ന് വേവട്ടെ. കുറച്ച് നേരം വേവണം. ഒരു 5 മിനിറ്റോളം ഇത് വേവണം. ചെറു തീയിൽ കിടന്ന് വേവണം. ഒരു സൈഡ്.
അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. വേണ്ട തന്തൂരി ഒക്കെ ഗ്രില്ല് ചെയ്യുന്ന പോലെ തന്നെ സൂപ്പറായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. അതുപോലത്തെ കളർ തന്നെയല്ലേ? അതെ അതെ, സൂപ്പറായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ 2 സൈഡും വെന്തിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം. കറക്റ്റ് അതേ ടെക്സ്ചർ തന്നെയല്ലേ? നമ്മളിതിൽ വെച്ചേക്കുന്ന ഒരു സർപ്രൈസ് ആണ്. തന്തൂരി ചിക്കൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരാൻ വേണ്ടിയുള്ളൊരു ഐഡിയ ആണിത്. ഇതിൻ്റെ മണമാണ് സഹിക്കാൻ വയ്യാത്തത്. ഒരു രക്ഷയില്ലാത്ത മണം. നമ്മളെന്നാൽ വലിയ ഗരം മസാല ഒന്നും ചേർത്തില്ല. ഈ പീസ് എടുത്ത് അപ്പുറത്തോട്ട് ചരിച്ചു വെക്കാം. ഇങ്ങോട്ട് അങ്ങനല്ല, ചരിച്ചു വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. നമ്മളിനി തന്തൂരിയുടെ കറക്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനൊരു ചെറിയ കോൾ കത്തിച്ചിട്ട് നമ്മുടെ ഈ ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം നമ്മൾ. അപ്പോൾ കറക്റ്റ് നമ്മുടെ തന്തൂരി ചിക്കൻ്റെ ആ ടേസ്റ്റ് കിട്ടും. ഇനി നമ്മളിത് പെട്ടെന്ന് അടച്ചു വേണം. ഇത് എത്ര 1.5 മിനിറ്റോളം വെക്കണം അല്ലേ? കുറച്ച് നേരം വെച്ചാണ്. നമ്മുടെ സ്മോക്കൊക്കെ ചെയ്ത് നമ്മുടെ റിയൽ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കറക്റ്റ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഈസിയാണ്. അങ്ങനെ ലിബി വാക്ക് പാലിച്ച് തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സ്മോക്കി ഫ്ലേവർ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ മയണൈസുകൾ 2 ഉണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ലിബി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ ഇന്ന് അതിൻ്റെ കൂടെ പൊറോട്ടയാണ് താരം. അവനങ്ങോട്ട് നല്ല പുളിച്ച് പൊങ്ങിയിരിക്കുകയാണ്. കണ്ട 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 പുളിച്ചിരിക്കുന്നുണ്ട. ഇവനെ ഒന്ന് അടിച്ച് അങ്ങോട്ട് എടുത്തിട്ട് 2 കൈ കൊണ്ട് ഒന്ന് കഷക്കി എടുത്തിട്ട് ഇത് കൂട്ടി നല്ലൊരു പിടി പിടിക്കണം. ഈ പൊറോട്ടയുടെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം.